ഇന്ന് നല്ലൊരു നാടൻ ഉണക്കച്ചെമ്മീൻ ഉലർത്താണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ദിവസങ്ങളോളം ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിക്കാം. ഹായ്, എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം. കൈക്ക് 2 പിടി തൊലി കളഞ്ഞുണക്കിയ ഉണക്കച്ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. പാൻ അടുപ്പത്ത് വെച്ച് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഇത് പൊട്ടി വരുമ്പോൾ 1 കപ്പ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കൈക്ക് 1 പിടി ചെറിയുള്ളി നടുകെ കീറിയതും 6-7 അല്ലി വെളുത്തുള്ളി നടുകെ കീറിയതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഉള്ളിയും വെളുത്തുള്ളി ഇതുപോലൊന്ന് വഴണ്ടി വന്നാൽ മതി, കളർ മാറുമൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് വേണ്ടുന്ന ബാക്കി ചേരുവകൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ഇട്ട് പൊടികൾ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നല്ലവണ്ണക്കൊന്ന് ഇളക്കിയതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കാം. അടിയിൽ പിടിക്കാതെ കരിഞ്ഞു പോകാതെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഈ ചെമ്മീൻ്റെ പുറമൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് ഉണക്ക ചെമ്മീൻ ആയതുകൊണ്ട് ഇതിന് ഒരുമാതിരി ഉപ്പൊക്കെ ഉണ്ട്, എന്നാലും ഉപ്പിന്റെ കുറച്ച് കുറവുണ്ട്. കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ചെറിയ പുളിപ്പിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വിനാഗിരിയൊക്കെ ഒന്ന് വറ്റി വന്നാൽ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ കുറച്ച് അധികം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് വേണ്ടപ്പോൾ എടുത്ത് ഉപയോഗിക്കാം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. താങ്ക്